റീസെന്റ് ട്രെൻഡ് പറഞ്ഞപ്പോഴേ 2025 ജൂണിൽ ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ് നഴ്സിംഗിന്റെ ഡെഫിനിഷൻ തന്നെ മാറ്റിയിട്ടുണ്ട്. അത് എല്ലാവരും ഒന്ന് പഠിച്ചിരുന്നാൽ നന്നായിരിക്കും. ആ റോൾ ചേഞ്ച് കൃത്യമായിട്ട് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. ചിലപ്പം പുതിയ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നവരൊക്കെ അപ്ഡേറ്റഡ് ആണെങ്കിൽ ദേ മേ ആസ്ക് ക്വസ്റ്റ്യൻസ് ഫ്രം ദ ന്യൂ ഡെഫിനിഷൻ ആൻഡ് ദ ന്യൂ റൂൾസ്. അതും കൂടെ പഠിച്ചിരുന്നാൽ നന്നാവും. നിങ്ങൾക്ക് ICNന്റെ 2025 റെസൊല്യൂഷൻ നോക്കിയാൽ അത് കിട്ടും. ന്യൂ ഡെഫിനിഷൻ ഓഫ് നഴ്സിംഗ്. അത് എനിക്ക് തോന്നുന്നു മിക്കവാറും രാജ്യങ്ങളിലൊക്കെ വന്ന് ആപ്ലിക്കബിൾ ആയിട്ടുണ്ട്. നമ്മുടെ എനിക്കറിയില്ല എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാമെന്നറിയില്ല. അത് അപ്ഡേറ്റഡ് ആയിരിക്കുന്നത് നല്ലതായിരിക്കും. ഈവൻ വൈവയ്ക്ക് പോലും ഇന്റർവ്യൂവിന് പോലും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അത്. ഇന്ന് തന്നെ പോയി നോക്കിയിട്ട് ICNന്റെ 2025 ചേഞ്ചസ് നോക്കിയാൽ മതി, ട്രെൻഡ്സ് നോക്കിയാൽ മതി. അതിനകത്ത് നഴ്സിംഗ് നമ്മൾ പഠിച്ച ഹെൻഡേഴ്സന്റെ ഡെഫിനിഷൻ ഒക്കെ മാറിയിട്ടുണ്ട്. പുതുതായി ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിയ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വന്നിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പഠിച്ചിരുന്നാൽ നന്നായിരിക്കും. ഈവൻ റിട്ടൺ എക്സാം പാസ്സായ തന്നെ ഇന്റർവ്യൂവിന് വരുന്നവർക്കും ചോദിക്കാനായിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ട്രെൻഡ്സ് ആൻഡ് കോൺസെപ്റ്റ്സ് ഇൻ ഹെൽത്ത് ആൻഡ് നഴ്സിംഗ് എന്നാണ് ഫൗണ്ടേഷന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ വന്നേക്കുന്നത്. അപ്പോൾ ആ ട്രെൻഡ്സിനകത്ത് വരുന്നതാണ് നഴ്സിംഗിന്റെ പുതിയ ഡെഫിനിഷൻ.